സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 9th ഹിന്ദി യൂണിറ്റ് 5 രണ്ടാമത്തെ ചാപ്റ്റർ ബോൺസായി കവിതയെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം. രചയിത സുധാ ഉപാധ്യായ്. പേജ് നമ്പർ 94. सुधा उपाध्याय. सुधा उपाध्याय हिंदी के आज की लेखिकाओं में महत्वपूर्ण स्थान रखती है. उनका जन्म उत्तर प्रदेश में हुआ, इसलिए कहूँगी मैं. बोलती चुप्पी, पाठ पुनर्पाठ, औपन्यासिक चरित्रों में वर्चस्व की राजनीति, 6वें दशक के बाद आदि उनकी प्रमुख रचनाएं हैं. शीला सिद्धांतकार सम्मान, अमर सरस्वती सम्मान, साहित्य गौरव सम्मान, मैथिली शरण गुप्त पुरस्कार आदि से वे सम्मानित है. സുധാ ഉപാധ്യായ് ഹിന്ദി की आज की ലേഖികമാർ, ഇന്നത്തെ ലേഖികമാർ അല്ലെങ്കിൽ ഇന്നത്തെ എഴുത്തുകാരികളിൽ ഏറ്റവും മഹത്വപൂർണ്ണമായ സ്ഥാനം അവർക്കുണ്ട്. അവരുടെ ജന്മം എപ്പോഴായിരുന്നു? 29 നവംബർ 1972 ഉത്തർപ്രദേശ് മേ ഹുവ. ഉത്തർപ്രദേശിലായിരുന്നു ജനിച്ചത്. നവംബർ 29, 1972. इसलिए कहूँगी मैं. बोलती चुप्पी, पाठ पुनर्पाठ, औपन्यासिक चरित्रों में वर्चस्व की राजनीति, 6वें दशक के बाद ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട രചനകളാണ്. അതുപോലെ ഷീലാ സിദ്ധാന്തകർ സമ്മാൻ, അമർ സരസ്വതി സമ്മാൻ, സാഹിത്യ ഗൗരവ് സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത പുരസ്കാർ എന്നിവ കൊണ്ട് അവരെ ആദരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കവിതയുടെ ആശയം എഴുതുമ്പോൾ കവയിത്രിയുടെ പേര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കവിതയെക്കുറിച്ച് പരിചയപ്പെടാം. ബോൺസായി, അതായത് ചോട്ടി സി പൗദ. ഇതിൽ കവയിത്രി ബോൺസായിയുടെ പ്രത്യേകതയും അതിൻ്റെ ഒരു മോശമായൊരവസ്ഥയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബോൺസായി എന്നുള്ളത് ജപ്പാൻ ഭാഷയിലെ ഒരു പദമാണ്. ഇതിൻ്റെ അർത്ഥം ചെറിയ ചെടി എന്ന്. ഇത് നമുക്കൊരു ആ ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ചെടിച്ചട്ടിയിൽ നല്ല മനോഹരമായിട്ട് അതിനെ വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ വീടുകളിലും ഓഫീസുകളിലും നല്ല മനോഹരമായിട്ട് അലങ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ബോൺസായി ചെടി. അതുപോലെ തന്നെ വായുവിനെ ശുദ്ധീകരിക്കുവാനും ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്നു. എന്നാൽ അവയിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാകുമ്പോൾ ആ ചെടിയെ വേരോടെ പിഴുതെറിയുന്ന ഒരു ദൃശ്യമാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനം അത് മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യരുടെ ആ ഒരു മോശമായൊരവസ്ഥയാണ് കവയിത്രി ഇതിൽ ചിത്രീകരിക്കുന്നത്. അവിടെ അതിൻ്റെ വേരുകൾ പിന്നീട് പടർന്നു പിടിക്കുകയും പിന്നീട് അത് വലിയൊരു മരമായി തീരുകയും ചെയ്യുന്നു. ഇവിടെ കവയിത്രി ഉപയോഗത്തിന് ശേഷം പിന്നീട് ചവറ്റുകൂനയിലേക്ക് വലിച്ചെറിയുന്ന ആ മനുഷ്യൻ്റെ ദുഷ്പ്രവൃത്തിയെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നു. കവിത വായിച്ചു നോക്കാം. തുമ്നെ ആംഗൺ സെ खोद कर मुझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में, हर आने जाने वाला बड़ी हसरत से देखता है और धीरे धीरे मैं बोन्साई में तब्दील हो गई. തുമ്നെ നിങ്ങൾ, ആംഗൺ സെ കോതുക്കർ, ആംഗൺ എന്ന് പറഞ്ഞാൽ മുറ്റം, മുറ്റത്ത് നിന്നും കിളച്ചെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ കോതിന കിളച്ചെടുക്കുക. മുജേ ലഗാദിയ സുന്ദർ ഗമലേമേം, എന്നെ നട്ടുപിടിപ്പിച്ചു. ഏതിൽ? സുന്ദർ ഗമലേമേം, ആ മനോഹരമായ പൂച്ചട്ടിയിൽ. ഫിർ, പിന്നീട് സജാലിയ ഗർക്കെ ഡ്രായിങ് റൂമേം, പിന്നീട് അലങ്കരിച്ചു. ഗർക്കെ, വീട്ടിനുള്ളിലുള്ള, ഡ്രായിങ് റൂമേം, സ്വീകരണ മുറിയിൽ എന്നർത്ഥം. ഹർ ആനേ ജാനേ വാല എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഗസ്റ്റുമാർ വരുന്നത്, വരികയും പോവുകയും ചെയ്യുന്ന, അതാണ് ആനേ ജാനേ വാല. ബഡി ഹസറത്ത് സേ ദേഖ്താ ഹേ, വളരെ ഇഷ്ടത്തോടെ, അല്ലെ ഹസറത്ത് മീൻസ് ആഗ്രഹം, ലാലസ, ദേഖ്താ ഹേ അതിനെ ആസ്വദിക്കുന്നു, അല്ലെ കണ്ട് ആസ്വദിക്കുന്നു. ഔർ ധീരെ ധീരെ മൈ ബോൺസായി മേം തബ്ദീൽ ഹോ ഗയി, അങ്ങനെ സാവധാനത്തിൽ ആ മൈ ബോൺസായി മേം തബ്ദീൽ ഹോ ഗയി എന്ന് പറഞ്ഞാൽ ആ ബോൺസായി ചെടിയിൽ എന്തായി? ഒരു ചേഞ്ച് വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയും നല്ല, നമുക്കറിയാലോ, ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല വലിയ
ആൽമരത്തിൻ്റെ ഒരു ചെറിയൊരു ആൽമരം പോലെ കാണുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവാം. അത് എന്നും അങ്ങനെ തന്നെ ആ ഒരു ഹൈറ്റിൽ തന്നെ ഉണ്ടാവുക. കാരണം നമ്മളത് ചെടിച്ചട്ടിയിലെല്ലാം വെക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെക്കുമ്പോൾ അതൊരിക്കലും കൂടുതൽ ഉയരത്തിലേക്ക് വളരുന്നില്ല. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം കാണാൻ നല്ല ഒരു ആസ്വദിക്കാൻ പറ്റിയ ഒരു ചെടിയാണത്. അതുകൊണ്ടാണ് കവി പറയുന്നത്, തുമ്നെ ആംഗൺ സേ ഖോദ് കർ മുझे ലഗാ ദിയ സുന്ദർ ഗമലേ മേ. നിങ്ങൾ മുറ്റത്ത് നിന്നും കളച്ചെടുത്ത് എന്നെ സുന്ദരമായ ചട്ടിയിൽ നട്ടു അല്ലേ എന്ന് പറഞ്ഞാൽ, ഹേ മനുഷ്യ, മുझे या मेरा स्थान या आंगन में या प्रकृति में है, उससे मुझे खोद कर या मुझे तुम्हारे कमरे में रख दिया, इतने सुंदरता से तुम गमले में लगा दिया എന്ന് പറഞ്ഞാൽ ആ പൂച്ചട്ടിയിൽ അങ്ങ് നട്ടു. അത്രയും ഇഷ്ടത്തോടെ ആയിരിക്കാം. ഫിർ പിന്നീട് എന്താ ചെയ്തത്, സജാലിയ ഗർക്കെ ഡ്രോയിങ് റൂമേ, അതുകൂടാതെ വീട്ടിലെ സ്വീകരണ മുറിയിലും നിങ്ങളത് എന്നെ അലങ്കരിക്കാൻ വെച്ചു. അതുപോലെ ഹർ ആനേ വാലെ, ഓരോരോ വ്യക്തികൾ ഓരോരാൾ വരുമ്പോഴും വരുന്നവരും പോകുന്നവരും ബഡി ഹസറത്ത് സേ ദേഖ്താത്ത, അത് വലിയൊരു ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ അത് നോക്കി നിൽക്കുന്ന, അത്രയും സൗന്ദര്യത്തോടെ എല്ലാവരും എന്നെ ആസ്വദിക്കുന്നുണ്ട്. और धीरे धीरे मैं ബോൺസായി में तब्दील हो गई. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ചട്ടിയിലങ്ങനെ നല്ലൊരു ചെടിയായി മാറുകയും ചെയ്തു. ഇപ്പോഴെന്താണ് മനസ്സിലായത്? ഇവിടെ ആംഗൺ മുറ്റം, ഖോദ്ന കിളച്ചെടുക്കുക, മുझे ഇവിടെ ആരാണ്? ബോൺസായിനെയാണ് മുझे എന്നെ എന്ന് പറയുന്നത്. അതുപോലെ സുന്ദർ മനോഹരമായ, ബ്യൂട്ടിഫുൾ, ഹമലെ പൂച്ചട്ടി, അതുപോലെ ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ സ്വീകരണ മുറി, അതുപോലെ ഹസറത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടത്തോടെ, ലാലസ ഇഷ്ടം എന്നെല്ലാം പറയാം. അതുപോലെ തബ്ദീൽ ഹോന ചേഞ്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ചെടിയെ ആരും ആസ്വദിച്ചു പോവും. അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോരാളും അവരുടെ വീട്ടിൽ ഇത് ഭംഗിക്ക് വേണ്ടി അകത്തേക്ക് സ്വീകരണ മുറിയിലേക്ക് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വരി നോക്കാം. मौसम ने फिर करवट ली, मुझ में लगे फल फूल ने तुम्हें फिर डराया, अब कि तुमने मुझे उगाड़ फेंका गूरे पर, आओ देख कर जाओ यहाँ मेरी जड़ें और फैल गई है. പിന്നീട് എന്താണ് ബോൺസായി ചെടിക്ക് വന്ന മാറ്റം? മൗസം നെ ഫിർ കർവട്ടലി അല്ലേ, കാലാവസ്ഥകൾ പിന്നീട് മാറ്റിമറിച്ചു. മുജ്മേ ലഗെ ചെടിക്ക് വന്ന മാറ്റം, ഫൽ ഫൂൽ നെ തുമേ ഫിർ ഡരായ, അതിൽ പൂക്കളും അതുപോലെ പഴങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഫിർ ഡരായ, അവർ ഭയപ്പെടാൻ തുടങ്ങി, മനുഷ്യർ ഭയപ്പെടാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കാം ഭയന്നിട്ടുണ്ടാവുക? അതായത് പൂക്കളും പഴങ്ങളും ഉള്ള ചെടികൾ സാധാരണ നമ്മൾ സ്വീകരണ മുറിയിൽ വെക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ചെടികളിൽ നിന്നും പൂവും അതുപോലെ തന്നെ കായ്കളൊക്കെ റൂമിലേക്ക് വീണ് കഴിഞ്ഞാൽ മുറി ചീത്തയാവും എന്നൊക്കെ നമുക്ക് ഓർക്കാം. അബ്കി തുമ്നെ മുझे ഉകാട് ഫേങ്ക ഗൂരേ പർ. അബ്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, തുമ്നെ മുझे നിങ്ങൾ എന്നെ, ഉകാട് ഫേങ്ക ഗൂരേ പർ വേരോട് പിഴുതെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഗൂര. ഗൂര എന്ന് പറഞ്ഞാൽ കൂട കച്ചറയ, ചവറ്റ് കൂന എന്നൊക്കെ പറയാം. ആവോ ദേഖ് കർ ജാവോ, ആവോ വരുവിൻ, ദേഖ് കർ ജാവോ കണ്ടിട്ട് പോകുവിൻ, യഹാ മേരി ജഡേ ഔർ ഫൈൽ ഗയി ഹേ ഇവിടെ എൻ്റെ വേരുകൾ, ജഡേം എന്ന് പറഞ്ഞാൽ വേരുകൾ, ഫൈൽ ഗയി ഹേ ആകെ പടർന്ന് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫൈലിനെ വ്യാപിക്കുക എന്നൊക്കെ പറയാം. അതായത് അബ്കി തുമ്നെ മുझे ഉകാട് ഫേങ്ക ഗുരേ പർ എന്ന് പറഞ്ഞാൽ പൂക്കളും പഴങ്ങളൊക്കെ വന്നു അല്ലേ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് എന്നെ വേണ്ടാതെയായി. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തു? തുമ്നെ നിങ്ങൾ, മുझे ഉകാട് ഫേങ്ക എന്ന് പറഞ്ഞാൽ എന്നെ പിഴുതെറിഞ്ഞു, വേരോടെ പിഴുതെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? അതായത് വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാം, ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെറിയുന്ന ശീലം മനുഷ്യർക്ക് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിലത് ഉപയോഗിക്കും, പിന്നീട് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നത് പോലെ ഇവിടെയും നമ്മൾ ഈ ചെടിയെ മനസ്സിലാക്കാം. ആവോ വരുവിൻ, ദേഖ് കർ ജാവോ അപ്പോൾ നിങ്ങൾ വരുവിൻ, എന്ന് കണ്ടിട്ട് പോകുവിൻ. എന്താണ് എങ്ങനെ പറയാൻ കാരണം? യഹാ മേരി ജഡേ ഇവിടെ നിങ്ങൾ വലിച്ചെറിഞ്ഞ ആ വേസ്റ്റ് അല്ലെങ്കിൽ ആ ചവറ്റ് കൂനയിൽ, ജഡേം എൻ്റെ ആ വേരുകൾ,
ഔർ ഫൈൽ ഗയി ഹെ, വീണ്ടും ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ആവോ ദേഖ് കർ ജാവോ, വരുവിൻ കണ്ടിട്ട് പോകുവിൻ. എന്തുകൊണ്ടായിരിക്കാം ബോൺസായി അങ്ങനെ പറയുന്നത്? അതായത് യഹാ മേരി ജഡേ, ഇവിടെ എൻ്റെ വേരുകളും അതുപോലെ തന്നെ ഫൈൽ ഗയി ഹെ, ആകെ വ്യാപിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ വലിച്ചെറിഞ്ഞാലും ഞാനിവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? അതായത് അതിനാവശ്യമായിട്ടുള്ള സൂര്യപ്രകാശവും വെള്ളവും വായുവും എല്ലാം വേണ്ടുവോളം പ്രകൃതിയിൽ നിന്നും അതിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അത് വലിയ മരമായി മാറുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ബോൺസായി എന്നുള്ള ചെടിയും മറ്റു ചെടികളൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ മുറിയിൽ ചെടിച്ചട്ടിയിൽ അലങ്കാര വസ്തുവായിട്ട് മാത്രം വെക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൻ്റെ ശരിയായ വളർച്ച എന്ന് പറയുന്നത് പ്രകൃതിയിൽ തന്നെയാണ് എന്ന്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. തുമ്നെ ആംഗൺ സെ खोद कर मुझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में, हर आने जाने वाला बड़ी हसरत से देखता है और धीरे धीरे मैं ബോൺസായി में तब्दील हो गई. അതായത് സുധാ ഉപാധ്യായക്ക് പ്രസിദ്ധ കവിത है ബോൺസായി. यहाँ कवयित्री बोनसाई की विशेषताओं को चित्रण किया है. मनुष्य आंगन से बोनसाई खोदकर एक गमले में लगाकर ड्राइंग रूम में सजाने को लगा जाता है. घर में आने वाले सभी उसकी ओर आकर्षण करते हैं. फिर धीरे धीरे उसमें परिवर्तन आता है. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ സുധാ ഉപാധ്യായയുടെ പ്രസിദ്ധമായ കവിതയാണിത്. യഹാ കവയത്രി ബോൺസായിക്ക് വിശേഷതാക്കോ ചിത്രം കിയ. ബോൺസായിയുടെ വിശേഷതയെക്കുറിച്ചാണ് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യ ആംഗൺ സെ ബോൺസായി കോതുക്കർ, മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മുറ്റത്ത് നിന്നും ഈ ബോൺസായി അവിടെ കിളച്ചെടുക്കുന്നു. അതിനുശേഷം അത് പൂച്ചട്ടിയിൽ വെക്കുന്നു. അങ്ങനെ ഡൈനിങ് റൂമിലേക്കും സ്വീകരണ മുറിയിലേക്ക് വെക്കുന്നു, അലങ്കാരത്തിൽ വെക്കുന്നു. ഗർമെ ആനേവാനെ സബി ഉസ്കി ഓർ ആകർഷണത്തെ, വീട്ടിൽ വരുന്നതും പോരുന്നവരൊക്കെ അതിന് നേരെ ആകർഷിക്കുന്നു. ഫിർ ധീരെ ധീരെ ഉസ്മേ പരിവർത്തനാത്തെ, പിന്നീട് അതിന് സാവധാനത്തിൽ പല ചേഞ്ചുകൾ വരുന്നു. ഈ വരിയുടെ ആശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ഭാഗം. മൗസം നെ ഫിർ കർവട്ടലി, മുജ്മേ ലഗേ ഫൽ ഫൂൽ നെ തുമേ ഫിർ ഡരായ, अब कि तुमने मुझे उगाड़ फेंका घूरे पर, आओ देख कर जाओ यहाँ मेरी जड़ें और फैल गई है. അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സുധാ ഉപാധ്യായക്ക് പ്രസിദ്ധ കവിത ഹെ ബോൺസായി എന്നെഴുതുക. അതുപോലെ തന്നെ ഇവിടെ ബോൺസായിക്ക് വിശേഷതാക്കെ ബാരെ में बताते हैं തുടങ്ങി വെക്കുക. നെക്സ്റ്റ് ഭാഗം. മൗസം നെ ഫിർ കർവട്ടലി, മൗസം കെ ബദൽനെ സെ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് ബോൺസായി മേം ഫൽ ഫൂൽ ലഗെ, പൂക്കളും പഴങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇസിലെ ഉസെ കൂടെ കച്ചറമേ ഫേങ്ക് ദേത്ത, അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ബിന്നിലേക്ക് അല്ലെങ്കിൽ അവിടെ കൂടാ കച്ചറ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവറ്റു കൂനിലേക്ക് വലിച്ചെറിയുന്നു. ലേക്കിൻ വഹാം സെ ഉസ്കി ജഡേ ഫൈൽ ജാത്തി ഹേ, അവിടെ നിന്നും അത് കൂടുതൽ വളർന്നു വലുതാകുന്നു, വേരുകൾ പടർന്നു പന്തലിക്കുന്നു. ഓർ ബഡാ പേട് ബൻത്തെ ഹേ, വലിയ വൃക്ഷമായി മാറുന്നു. യഹാ കവയത്രി ഹമേ സമച്ചാത്തെ ഹേ, ഇവിടെ എന്താണ് നമുക്ക് കവയിത്രി മനസ്സിലാക്കി തരുന്നത്? ഉപയോഗക്കെ ബാദ് കൂടാ കച്ചറമേ ഫേങ്കിനെ വാലെ മനുഷ്യ കി ബുരി ആദത്ത് പർ സംഗീത കർത്തി ഹേ, ഉപയോഗത്തിന് ശേഷം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? മനുഷ്യർ വലിച്ചെറിയുന്നു. കൂടെ കച്ചറമേ ഫേങ്കിനെ വാലെ, വലിച്ചെറിയുന്ന മനുഷ്യരുടെ ബുരി ആദത്ത് പർ, മോശമായ സ്വഭാവത്തെക്കുറിച്ചാണ് സംഗീത കർത്തിഹെ ചൂണ്ടിക്കാണിക്കുന്നത്. സരൾ ഭാഷാമേ പ്രയോഗ കർനെ വാലെ ഏ കവിത സുന്ദർ ഹെ. അങ്ങനെ ലളിതമായ ചെറിയൊരു കവിതയാണ്, ലളിതമായ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ് കവിത ബഹുത്ത് സുന്ദർ ഹെ, വളരെ മനോഹരമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും കവിത മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.